സ്വാഗതം. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ. ഇന്ന് ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു മാസം മുന്നേ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സാരിയൊക്കെ കൊടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോയിൽ ഞാൻ ഒരു ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ട് Q&A, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞു പോസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അടിയിൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. കൂടാണ്ട് തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, വാട്സപ്പിലും ഇട്ടിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്ക് എനിക്കിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിലൊന്നും ഇട്ടില്ല, അല്ലെങ്കിൽ അതൊന്നും കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് വരുമായിരുന്നു. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും മാതിരി യൂട്യൂബിലുള്ള ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഇന്ന് വായിക്കാൻ പോകുന്നത്. ഒരുവിധം എല്ലാം ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ. റിപ്പീറ്റായിട്ട് വന്നത് 2-3 എണ്ണമാണ് ഉള്ളത്. അത് ഏതാണെന്ന് ഞാൻ അപ്പം പറയാം. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ. അത് ഞാൻ ലാപ്ടോപ്പിലാണ് കേട്ടോ ക്വസ്റ്റ്യൻസ് എടുക്കുന്നത്, കാരണം ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ ക്വസ്റ്റ്യൻസ് ലാപ്ടോപ്പിലാണ് ഉള്ളത്. അപ്പം നമുക്ക് അത് വേഗം എടുക്കാം. ഞാൻ എങ്ങനെയാണ് വായിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം അയച്ച ആളുടെ കമൻറ്റ് നമുക്ക് ആദ്യത്തെ അങ്ങോട്ട് തുടങ്ങാം, കാരണം അങ്ങനെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങാം. യൂസർ TC8QU8PK അതാണ് പേര്. ആ പേരിൻ്റെ അവിടെ അങ്ങനെയാണ് എന്താ പറയുക ഇത് കൊടുത്തിരിക്കുന്നത്. അവർ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രാഹ്മിൻസ് ഓർണമെന്റ്സ് എസ്പെഷ്യലി താലിക്കൂട്ടം ഒക്കെ ഇത്ര താലി വേണം എന്നൊക്കെ കണക്കുണ്ടോ എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അതുമാതിരി തന്നെ മുക്കോലക്കല്ല് കല്യാണത്തിന് മുൻപ് പെൺകുട്ടികൾ ധരിക്കാന്ന് കേട്ടിട്ടുണ്ട്. അതിനെന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ ആണോ ധരിക്കുക എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ആളാണ് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന് മുന്നേ, അതായത് കൊറോണ സമയത്ത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആത്തേമാരുകളുടെ ആഭരണങ്ങൾ അല്ലെങ്കിൽ അന്തർജനങ്ങൾ എന്തോ ഒരു ക്യാപ്ഷനോട് കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്പൂതിരി സ്ത്രീകളുടെ ആഭരണങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോന് ഒരുപാട് പേര് കണ്ട വീഡിയോ ആണ്. 2 ലക്ഷം എത്രയോ ആയി തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എന്താ പറയുക, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താലിക്കൂട്ടത്തിനെ കുറിച്ചും 2 തരം താലി ഉണ്ട് എന്നും, കമിഴ്ത്തിത്താലി, മലത്തിത്താലി, അതുമാതിരി താലിക്കൂട്ടം, എന്താ പറയുക ചെറുതാലി, എന്താണ് അതിൻ്റെ വ്യത്യാസം, ആരൊക്കെയാണ് അങ്ങനത്തെ താലി ഇടുക എന്നുള്ളതൊക്കെയാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ പോയി കണ്ടോളൂ. അതിൽ ഞാൻ ഈ മുക്കോലക്കല്ലിൻ്റെ ഫോട്ടോ സഹിതം പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പോയിട്ട് കണ്ടോളൂ. അപ്പോൾ ഒരുവിധം എല്ലാം മനസ്സിലാവും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആദി അർജുൻ ആണ് ചോദിച്ചിരിക്കുന്നത്. മാമിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമോ എന്ന്. മാം എന്നൊക്കെ അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ കേട്ടോ, രേഷ്മ എന്ന് വിളിച്ചാൽ മതി. ഓക്കെ. ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു 2-3 പേര് ഇതിലും ഇൻസ്റ്റഗ്രാമിലും ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ കേട്ടോ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷെ എടുത്തെടുത്തെടുത്ത് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഇങ്ങനെ ദേഷ്യം വരും എനിക്ക്. അത് എൻ്റെ ഒരു കുഴപ്പമില്ല. ചിലർക്കൊക്കെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനാണ് ഇഷ്ടം. എത്ര ആൾക്കാരുണ്ട് ഡേ ഇൻ മൈ ലൈഫ് മാത്രം ഇടുന്നവർ. നോക്കാം. ഞാനിപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അടുത്ത് തന്നെ വരുന്നത്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും അത് ഓക്കെ. അടുത്ത ചോദിച്ചിരിക്കുന്നത് വസുധ നാമങ്കലാണ്. എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ വസുധ. അപ്പോൾ വസുധ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൽ പിന്നെ ലൈഫിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലൈക്ക് കോൺഫിഡൻസ് ലെവൽ, സെൽഫ് അവയർനെസ്, തിങ്കിങ് പ്രോസസ്, ലൈഫ് സ്റ്റൈൽ എക്സെട്ര എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിൽ ലൈഫിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ മാറ്റം സത്യം പറഞ്ഞാൽ വന്നിട്ടുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു നമ്പൂതിരിമാരുടെ വേലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിറന്നാളായിക്കോട്ടെ, എന്തിനേലും ഒരു ഫംഗ്ഷൻ, നമ്പൂതിരിമാരുടെ ഫംഗ്ഷൻ, അത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് കേട്ടോ. നമ്പൂതിരിമാരുടെ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, കുറച്ച് പേരെങ്കിലും
എന്നെ കണ്ട് എന്നെ മനസ്സിലാക്കി ഇങ്ങോട്ട് വന്നിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, സെൽഫി എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ. എന്താ പറയുക, ആൾക്കാർ എന്നെ കണ്ട് ആത്തേമാസ് വേൾഡ് ചെയ്യുന്ന കുട്ടിയല്ലേ അല്ലെങ്കിൽ രേഷ്മയല്ലേ എന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടാനും സെൽഫി എടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ലൈഫിൽ വന്ന മാറ്റം. വേറെ ഒരു മാറ്റവും എനിക്ക് സത്യം പറഞ്ഞാൽ വന്നിട്ടില്ല. ഈ ഒരു മാറ്റം തന്നെയാണ് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അപ്പുട്ടനെ ജീവിതത്തിൽ പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചെയ്ത് കാണിച്ച് മാതൃകയാവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്നാണ്. അങ്ങനെ ചെയ്ത് കാണിച്ച് മാതൃകയാ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതൊന്നും എനിക്ക് ചിന്തിക്കുക പോലും ഞാൻ ചെയ്യില്ല. അപ്പുട്ടൻ്റെ ജീവിതത്തിൽ പറഞ്ഞു കൊടുക്കാൻ എന്താ, ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പെക്റ്റ് ചെയ്യണം. അതിപ്പോൾ മൂത്തോരെ നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്യണം, അതുമാതിരി തന്നെ പെൺകുട്ടികളെയും നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ തർക്കുത്തരം പറയുക അല്ലെങ്കിൽ എന്താ പറയുക, അതൊക്കെ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതെനിക്കിഷ്ടമല്ല. അത് ഞാൻ പറയാറുണ്ട്, എപ്പോഴും പറയാറുണ്ട്. തർക്കുത്തരം പറയുന്നതോ അല്ലെങ്കിൽ അതൊന്നും നല്ല കുട്ടികൾക്ക് ചേർന്നതല്ല എന്നും വലിയ ആൾക്കാരെ എന്താ പറയുക റെസ്പെക്റ്റ് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ഇങ്ങനെ കുഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക ഒരു വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾ, ഇപ്പോൾ അപ്പുട്ടൻ 2ാം ക്ലാസ്സിലല്ലേ പഠിക്കണം, അപ്പോൾ ഒരു 7 വയസ്സല്ലേ. അപ്പോൾ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ ഇങ്ങനെ വിരകി നടക്കുകയല്ലേ ചെയ്യുക, ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുക, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മൾ വേറൊരു വീട്ടിലേക്ക് പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സാധനങ്ങൾ തൊടുക, അല്ലെങ്കിൽ പൊട്ടണ സംഭവം എടുത്ത് കളിക്കുക, എന്താ പറയുക, അല്ലെങ്കിൽ സോഫയിൽ കിടന്നിട്ട് ഇങ്ങനെ കുത്തിമറിയുക, വല്ല ബോളും കണ്ട് അതെടുത്ത് അടിക്കുക, അങ്ങനെയൊക്കെയല്ലേ കുട്ടികളുടെ ഒരു സ്വഭാവം. അപ്പോൾ അത് ചിലപ്പോൾ ആ വീട്ടിലുള്ളവർക്ക് ഇഷ്ടമായി എന്ന് വരില്ല. ഇതിപ്പോൾ എൻ്റെ ഒരു കാര്യത്തിലാണെങ്കിലും എനിക്കും അത്രയ്ക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരു സംഭവമാണത്. അപ്പോൾ അത് ഞാനിപ്പോഴും അപ്പുട്ടനോട് പറയുന്നത്, നമ്മൾ വേറൊരു വീട്ടിൽ പോകുമ്പോൾ കുറച്ച് ഒതുങ്ങി കണ്ടും വേണം പെരുമാറാൻ. എന്താ പറയുക, ഇങ്ങനെ വെകിളി പിടിച്ച പോലെ നടക്കരുത്, അങ്ങനെയൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അത് എല്ലാ കുട്ടികളോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട, അമ്മമാർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളോട് കേട്ടോ. പ്രായം കൂടുന്തോറും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി വലിയ കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഈ പ്രായത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഇത്രയൊക്കെ കാര്യങ്ങളുണ്ട്. ബാക്കിയൊക്കെ അവർ തന്നെ മനസ്സിലാക്കണം. അത്രയേ ഉള്ളൂ. അടുത്തത് കേട്ടോ, അടുത്തത് ചോദിച്ചിരിക്കുന്നത് PS അമൃത. എൻ്റെ ചാനൽ എപ്പോഴും പണ്ടേ കാണുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ എല്ലാ Q&Aയിലും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത് വെച്ചത് ബോറുണ്ടോ? കുറേ ഞാൻ തന്നെ ഇല്ല അല്ലേ, കുഴപ്പമില്ലല്ലോ, അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. ഓക്കെ, എന്തായാലും ക്രിസ്മസ് അല്ലേ, അതവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ എന്തായാലും PS അമൃത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബ് മണി കറക്റ്റായിട്ട് കിട്ടാൻ തുടങ്ങിയോ? ഇഫ് സോ കിട്ടിയതിൽ വെച്ച് ഹയസ്റ്റ് എമൗണ്ട് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു എമൗണ്ട് പറയാൻ പാടില്ല എന്നാണ് യൂട്യൂബ് പോളിസി. നമ്മൾക്കത് മോണിറ്റൈസേഷൻ ആവണ ആ ഒരു സമയത്ത് മെയിൽ വരും. അപ്പോൾ അതിലിങ്ങനെ യൂട്യൂബിൻ്റെ പോളിസിയൊക്കെ എഴുതിയിട്ടുണ്ട്, നമ്മൾ ഒരിക്കലും എമൗണ്ട് പറയരുത് എന്നുള്ളത്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, എൻ്റെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ കാശ് കൊണ്ടാണ് ഞാൻ എൻ്റെ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ഐഫോൺ വാങ്ങിയത്. അതുമാതിരി വീട്ടിലത്തെ പല കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ വാങ്ങിയത് എൻ്റെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ കാശ് കൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് അത്രയും പിന്നെ കാശ് കറക്റ്റായിട്ട് കിട്ടി തുടങ്ങി. ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 5-6 മാസം ഭയങ്കര ഇതായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാശൊക്കെ കിട്ടി തുടങ്ങി. 6 മാസം 7 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് കിട്ടി തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, എന്തെല്ലാവരും മാം എന്നൊക്കെ വിളിക്കുന്നത്, ആരാണത്? സുബീഷ് അമ്മു ആണ് കേട്ടോ. മാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് എന്താ പറയുക തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്കിഷ്ടമല്ല, അങ്ങനെയൊന്നും വിളിക്കല്ലേ കേട്ടോ. മാം, നിങ്ങൾ സിറ്റി ചാനൽ ആങ്കർ ആയിരുന്ന സമയം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ടെലിഫോൺ പ്രോഗ്രാം, ബട്ട് ഐ എം നോട്ട് റിമെമ്പറിങ് ദാറ്റ് പ്രോഗ്രാം. ഓക്കെ, ഞാൻ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീട് ചളവറ, ഷൊർണൂർ അടുത്ത് ചെർപ്പളശ്ശേരി അടുത്ത് ചളവറയാണെന്ന് കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് വിചാരിക്കണം.
അപ്പം ഞാൻ അവിടെ ചെർപ്പുളശ്ശേരിയിൽ സിറ്റി ചാനൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോക്കൽ ചാനലാണ്. അതായത് ഷൊർണൂർ, പട്ടാമ്പി, ഒറ്റപ്പാലം, പിന്നെന്താ ചളവർ, അങ്ങനെയൊക്കെ ആ ഒരു പ്രദേശത്ത് ശ്രീകൃഷ്ണപുരം ആ ഒരു സൈഡ് ഉണ്ടല്ലോ, ഞങ്ങളുടെ ഒരു സൈഡ് ഉണ്ടല്ലോ, ആ സൈഡിലൊക്കെ എന്താ പറയുക കിട്ടുന്ന ഒരു ചാനലായിരുന്നു സിറ്റി ചാനൽ. ഇപ്പം അതില്ല കേട്ടോ. അപ്പം ആ സമയത്ത് ഞാൻ അതിൽ ലൈവ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോണിൽ പാട്ട് വെച്ച് കൊടുക്കുക, അങ്ങനത്തെ പ്രോഗ്രാമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്നോട് സംസാരിച്ച കാര്യമാണ് പറയണത് കേട്ടോ. അപ്പോൾ ഏത് പ്രോഗ്രാമിനാണ് വിളിച്ചതെന്ന് ഓർമ്മയില്ല എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു പാട്ട് വെച്ചിരുന്ന പ്രോഗ്രാമാണെന്നുണ്ടെങ്കിൽ ആൽബം സോങ്സ് ഒക്കെയാണ് ഞാൻ അതിൽ വെച്ചെടുത്തത്. ഡ്രീംസ് എന്നായിരുന്നു ആ ഒരു പ്രോഗ്രാമിൻ്റെ പേര്. പിന്നുള്ളത് ലൈവ് പ്രോഗ്രാം ആയിരുന്നു, ഫിലിം ക്യൂസ് ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അവർ ആൻസർ ചെയ്യുക, സമ്മാനങ്ങൾ എന്തായിരുന്നു എന്നറിയോ, മലമ്പുഴ ഫാൻറ്റസി പാർക്കിലേക്കുള്ള ഒരു ടിക്കറ്റ്, അതായിരുന്നു സമ്മാനം. അപ്പോൾ ഏതിനാണ് വിളിച്ചതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഓക്കെ. അപ്പോൾ എന്നെ കണ്ടിട്ട് എങ്ങനെയാണ് മനസ്സിലായത്? ആ ഒരു ഫേസ് ആവില്ലല്ലോ ഇപ്പോൾ. അന്ന് എൻ്റെ പല്ല് കുറച്ച് പൊങ്ങിയിട്ടായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ കമ്പിയൊക്കെ ഇട്ട് അത് ശരിയാക്കിയിട്ടുണ്ട്. എങ്ങനെ കണ്ടപ്പോൾ മനസ്സിലായെന്ന് എനിക്കറിയില്ല. എന്തായാലും താങ്ക് യു കേട്ടോ, എന്നെ ഓർത്തതല്ലോ, എന്നെ മനസ്സിലായല്ലോ, സന്തോഷം കേട്ടോ. സുബീഷ് അമ്മു, ഓക്കെ. ഇപ്പോൾ എവിടെയാണ് താമസം? അവിടെ തന്നെയാണോ, നാട്ടിൽ തന്നെയാണോ? എന്തായാലും ഞാൻ ഓക്കെ, ഫിലിം ക്യൂസിനാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് അത് കഴിഞ്ഞു. എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ ഈ ഒരു കമൻറ്റ് വായിച്ചപ്പോൾ. അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവി വാര്യർ. ഈ അടുത്ത് ഈ ചേച്ചി എന്താ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എപ്പോഴും പണ്ട് തൊട്ടേ എൻ്റെ വീഡിയോ കാണുന്ന ഒരു വ്യക്തിയാണ്. എന്താ പറയുക, എപ്പോഴും ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നകുലിന് ജോലി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നകുൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് കേട്ടോ. മോൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മോൻ 2ാം ക്ലാസ്സിൽ, 2nd സ്റ്റാൻഡേർഡായി, വലിയ കുട്ടിയായി. അടുത്തത്, രേഷ്മയുടെ ചേച്ചി ഇനി എന്നാ നാട്ടിൽ വരുന്നത് എന്നാണ് 3ാമത്തെ ക്വസ്റ്റ്യൻ. എൻ്റെ ചേച്ചി ഷാർജയിലാണ്. അപ്പോൾ അതിപ്പോൾ എന്നാ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം വെക്കേഷൻ സമയത്തല്ലേ ഇനി വരാൻ പറ്റുള്ളൂ. അപ്പോൾ കുട്ടികളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ വെക്കേഷൻ സമയത്ത് വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ വന്നിട്ട് കുറേ ആയി. കൊറോണ സമയം അല്ലെ, അച്ഛന് വയ്യാണ്ട ഒരു ഇത് വന്നു. അപ്പോൾ ആ സമയത്ത് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അച്ഛന് വയ്യാണ്ട് ഇപ്പോൾ അടുത്ത് വയ്യാണ്ടായി. അപ്പോൾ ചേച്ചി ഒന്ന് വന്ന് പോയിട്ടുണ്ടായിരുന്നു. ചേച്ചി മാത്രം, കുട്ടികളും എന്താ ഏട്ടനൊന്നും ഇല്ല കേട്ടോ. ചേച്ചി ഒരാഴ്ചയ്ക്ക് വന്നു പോയി അച്ഛനൊന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇനി വരിക എന്തായാലും വെക്കേഷൻ സമയത്തായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നാത്തൂൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നന്ദന എന്നാണ് പേര്, നന്ദു എന്നാണ് വിളിക്കുക. ഇപ്പോൾ വന്ന് പോയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ നന്ദു എന്നാ വരികയെന്ന് എനിക്കറിയില്ല. എൻ്റെ കഴിഞ്ഞ ലാസ്റ്റിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നന്ദുവിനെയും കുഞ്ഞുമാളുവിനെയൊക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവർ പോയി കാണണം കേട്ടോ. ഞാൻ കുഞ്ഞുമാളുവിനെ വെച്ചിട്ടെന്ന് പറയാൻ പറ്റില്ല, കുഞ്ഞുമാളു ഉള്ളതുകൊണ്ട് ഞാൻ ഒരു പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പാട്ടാവും. മറ്റേ എന്താ പറയുക, വിയറ്റ്നാം കോളനി എന്നുള്ള മൂവിയിൽ പവനരച്ചെഴുതുന്ന കോലങ്ങളിനിയും എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടില്ലേ, അത് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരെന്തായാലും ഒന്ന് പോയി കാണണം കേട്ടോ. അടുത്തത് സാവിത്രിക്കുട്ടി ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എന്താണ് ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ വ്ളോഗ് ചെയ്യുന്നത് കുറച്ച്, അതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ മടി, വേറെ ഒന്നുമില്ല. ഇവിടെ വെറുതെ ഇങ്ങനെ മലന്ന് കിടക്കണ ഒരു പണി ഞാൻ ചെയ്യണില്ല. ഇനി ഞാനതൊക്കെ മാറ്റി ഒരു പിടിപിടിക്കാൻ പോവാണ്. നമ്മൾ ഡിസംബർ 25-ാം തീയതി തൊട്ടിട്ട് നമ്മൾ അടിപൊളിയായിരിക്കും. ഇടയ്ക്ക് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അമ്പലങ്ങളെ പ്രാധാന്യം ചെയ്ത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ എടുക്കുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവിടുത്തെ അമ്പലങ്ങളിലെ എന്താണ് നേർച്ചകൾ, അവിടേക്ക് പോകുന്ന വഴി ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യുമെന്നാണ് സാവിത്രിക്കുട്ടി ചോദിച്ചിരിക്കുന്നത്. ചേച്ചി അറിയാലോ, ഞാൻ നാട്ടിലില്ലല്ലോ, എപ്പോഴെങ്കിലും അല്ലേ വരുള്ളൂ. അപ്പോൾ എന്താ പറയുക, ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു ടോപ്പിക് തന്നെയാണ് ഇത്. കുറേ കാലമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ എൻ്റെ ഇല്ലത്തിൻ്റെ അടുത്ത് ഞങ്ങളുടെ ശിവൻ്റെ അമ്പലം ആദ്യം തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അവിടെ എനിക്ക് കുറേ പറയാനുണ്ട്. ആ അമ്പലത്തിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അത് നേരാവണ്ണം അറിയാവുന്ന ഒരാളെ കൊണ്ട് വേണ്ടേ പറയിപ്പിക്കാൻ. അതുമാതിരി ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അവിടെ ഒരു അമ്പലമുണ്ട്, അവിടുത്തെ കാര്യങ്ങൾ പറയണമെന്നുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഇഷ്ടമുണ്ട്. പക്ഷെ എന്താ ചെയ്യാം, സമയമില്ല, ഞാൻ ഇവിടെ ഇല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് ചെയ്യാൻ ഇഷ്ടം. അപ്പോൾ എന്തായാലും ഞാനത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് ചെയ്യും. അടുത്തത് ചോദിച്ചിരിക്കുന്നത് ഗായത്രിയാണ് കേട്ടോ.
എപ്പോഴും ഹാപ്പി ആയി ഇരിക്കുന്നതിൻ്റെ സീക്രട്ട്, ഹസ്ബൻഡുമായിട്ടുള്ള ബോണ്ടിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അടിപൊളി. ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ട്, ഒരുപക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നുമായിരിക്കും, കാരണം നിങ്ങൾ ഈ ആകെ എൻ്റെ 8 മിനിറ്റ് 10 മിനിറ്റ് മാക്സിമം അരമണിക്കൂർ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് ഒരിക്കലും ഞാൻ കരഞ്ഞുകൊണ്ടോ വിഷമിച്ചിട്ട് ഇരുന്നുകൊണ്ടോ ഒരു വീഡിയോയും ചെയ്യില്ല. അഥവാ ഇനിയിപ്പോൾ എന്താ പറയുക, അങ്ങനെ ഒരു സങ്കടം ഉള്ള സമയത്താണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാനും നിൽക്കില്ലല്ലോ. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ വേറൊരാൾ എൻ്റെ മുന്നിലുണ്ട്, എന്താ പറയുക, ഭയങ്കര സങ്കടമുള്ള നിമിഷമാണ് എങ്കിൽ പോലും ഞാൻ ചിരിച്ചിട്ടാണ് വർത്താനം പറയാറുള്ളൂ. അതെനിക്ക് എന്താ പറയുക, ഭയങ്കര വിഷമിച്ച് അവർക്ക് മനസ്സിലാവരുത്, അയ്യോ ഈ കുട്ടിയുടെ മനസ്സിലെന്തോ സങ്കടം ഉണ്ടല്ലോ, ഈ കുട്ടിയാകെ ദുഃഖിച്ചിരിക്കുകയാണല്ലോ, അങ്ങനെ ഒരാൾക്കും മനസ്സിലാവില്ല. കാരണം ഞാൻ അങ്ങനെ പെരുമാറാറില്ല. മീൻസ് വിഷമമുണ്ടെങ്കിൽ അത് ഉള്ളിൽ വെച്ചിട്ട് ചിരിച്ചിട്ടാണ് ഞാൻ എപ്പോഴും പെരുമാറാറുള്ളൂ. പിന്നെ ബോണ്ടിങ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ, ഹസ്ബൻഡായിട്ട് അടിപിടി ബഹളമായി അതൊക്കെ ഉണ്ടാവാറുണ്ട്. എല്ലാവരുടെ ലൈഫിലും ഉള്ള പോലെ തന്നെ ഇവിടെയും അടിപിടിയും ഒക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ എന്താ പറയുക, ഇപ്പം 10-11 കൊല്ലമായാലും കൂടെ ജീവിക്കണു. അതുകൊണ്ട് അങ്ങനെ എന്താ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കിയിട്ട് അങ്ങനെ പോകണം. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നകുല് ചെയ്യും, നകുലിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് സംസാരം ഉണ്ടാവും. എങ്കിൽ കൂടി നമ്മൾ ആ ഒരു ദിവസത്തിനുള്ളിൽ അത് ഒത്തുതീർപ്പാക്കും. അങ്ങനെയാണ് പതിവ്. അങ്ങനെ പോകണു, തട്ടിമുട്ടിക്ക് നമ്മൾ ജീവിച്ചു പോകണം. അങ്ങനെയുള്ളൂ കേട്ടോ. ഓക്കെ, അടുത്തത് ചോദിച്ചിരിക്കുന്നത് പ്രസീതയാണ് കേട്ടോ. നമ്പൂതിരി സമുദായത്തിൽ ഉൾപ്പെടുന്ന വിഭാഗങ്ങൾ, ഉപവിഭാഗങ്ങൾ ഏതൊക്കെയാണ്? അയ്യോ, അത് കുറേ പറയാനുണ്ട് കേട്ടോ. മൂസ്, നമ്പൂതിരിപ്പാട്, അതെ അതെ അതെ, അതൊക്കെ വ്യത്യാസം. ഓക്കെ, വ്യത്യാസം എന്താണ്? ഉപവിഭാഗം തമ്മിൽ കല്യാണം പതിവുണ്ടോ? വെറുതെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്? ഇതുപോലെ ഇതൊക്കെ പഴയ തലമുറയിൽ ആരെങ്കിലും അതന്നെ അടിപൊളി, അവരെന്നെ അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും കൊണ്ട് ഇൻ്റർവ്യൂ പോലെ ചെയ്യാതാലും മതി, കുട്ടിയുടെ സൗകര്യം പോലെ. താങ്ക് യു സോ മച്ച്. ഞാനിത് അങ്ങോട്ട് പറയാൻ നിൽക്കുമായിരുന്നു. കാരണം എന്താ, ഞങ്ങളുടെ നമ്പൂതിരി സമുദായത്തിൽ തന്നെ പല പദത്തിലുള്ള ആൾക്കാരുണ്ട്. അതിനെ കുറിച്ചിട്ട് എനിക്ക് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാൻ എനിക്കറിയില്ല. അപ്പോൾ അതറിയാവുന്ന ആരെങ്കിലും കൊണ്ട് ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഇൻ്റർവ്യൂ പോലെ ചെയ്യാം കേട്ടോ. ഞാൻ വിചാരിക്കുകയാണെന്ന് വെച്ചാൽ നമ്മളുടെ പ്രവീണേട്ടനില്ലേ, പ്രവീൺ പാലക്കോട്, പ്രവീണേട്ടൻ എന്ന് കിട്ടുക എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ പ്രവീണേട്ടനെ കിട്ടണേ ഇല്ല. ഞാൻ 2-3 പ്രാവശ്യം കണ്ടിട്ടേ ഉള്ളൂ പ്രവീണേട്ടനെ. അപ്പോൾ ഒരു ദിവസം ഒറ്റപ്പാലത്ത് പോയിട്ട് പ്രവീണേട്ടനെ ഒന്ന് കാണണം, എന്നിട്ട് കുറേ വീഡിയോ അങ്ങോട്ട് എടുക്കാം. എല്ലാവരുടേതും നമുക്കങ്ങോട്ട് തീർക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ശ്രുതി കൃഷ്ണ ആണ് കേട്ടോ. 9193. യുവർ നെക്സ്റ്റ് ഡ്രീം എന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ ഒരു ഡ്രീമേ ഉള്ളൂ. അത് ഇതുവരെ സാധിച്ചിട്ടില്ല. ഞാൻ പല Q&Aയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത്. എന്താ പറയുക, ഒരു എത്തി നോക്കുക അല്ലെങ്കിൽ ഒരു ഡയലോഗ്, അതൊന്നുമല്ല, കുറച്ച് നല്ല കഥാപാത്രം, അതായത് എന്താ പറയുക, നായികയോ അങ്ങനെയൊന്നും വേണ്ട, നല്ലൊരു അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഒരു സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്തു എന്ന് പറയും, ആ ഒരു സംഭവം ചെയ്താൽ മാത്രം മതി. വേറെ ഒന്നും പ്രത്യേകിച്ച് വലിയതൊന്നുമില്ല. ഇങ്ങനെയൊക്കെ തന്നെ പോയത് സന്തോഷമായിട്ട് ഇങ്ങനെ പോട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയുള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. അടുത്തത് ചോദിച്ചിരിക്കുന്നത് സ്ട്രീറ്റ് ടോക്സ്. ഞാൻ കേട്ടപ്പോൾ കണ്ട പോലെ തോന്നുന്നുണ്ട്. 1245. ഐ ലൈക്ക് യുവർ ചാനൽ. വാട്ട് ആർ യു ഡൂയിങ് യുവർ പ്രൊഫഷൻ ആൻഡ് എഡ്യൂക്കേഷൻ? ഞാനിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നൊന്നുമില്ല, യൂട്യൂബൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്താ പറയുക, ഞാൻ പഠിച്ചത് ഹോട്ടൽ മാനേജ്മെൻറ്റാണ്. അത് ഞാൻ ഇതിന് മുന്നേ Q&Aയിലും പറഞ്ഞിട്ടുണ്ട്. പഠിച്ചത് ഹോട്ടൽ മാനേജ്മെൻറ്റാണ്. ജോലി ചെയ്തത് ഹോട്ടൽ ഫീൽഡിലും ജോലി ചെയ്തു, ഹോസ്പിറ്റൽ ഫീൽഡിലും ജോലി ചെയ്തു. ഹോസ്പിറ്റൽ ഫീൽഡിൽ ജോലി ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂരിൽ പോയപ്പോൾ അവിടെ ലീല പാലസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ ഷിഫ്റ്റും എന്താ പറയുക, നകുലിൻ്റെ ഷിഫ്റ്റും എൻ്റെ ഷിഫ്റ്റും ഒക്കെ കൂടിയിട്ട് അങ്ങോട്ട് ആകെ കോളായി. അവസാനം ഞാൻ ഹോട്ടൽ ഫീൽഡ് അങ്ങോട്ട് വിട്ടു. എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കയറി. ഹോസ്പിറ്റലിൽ നമുക്ക് ജനറൽ ഷിഫ്റ്റ് ആവുമല്ലോ, മറ്റേ നൈറ്റ് ഷിഫ്റ്റ് വരില്ല, ഏർലി മോർണിംഗ് ഷിഫ്റ്റ് വരില്ല. ഹോസ്പിറ്റലിൽ അങ്ങനെ വരും, ഹോട്ടലിൽ അങ്ങനെ വരും. നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടായിരിക്കും, ഏർലി മോർണിംഗ് 6 മണി 5 മണിക്കൊക്കെ പോകേണ്ട സംഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിൽ അങ്ങനെ വരാറില്ല. ഫസ്റ്റ് മോർണിംഗ് ഷിഫ്റ്റേ തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു 8-8:30 ആ സമയത്തേ തുടങ്ങുള്ളൂ. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, നമുക്ക് ചോറും കൂട്ടാനും എല്ലാം പാക്ക് ചെയ്തിട്ട് പോകാനുള്ള സമയമുണ്ട്. മറ്റേത് എനിക്ക് സമയം കിട്ടാതെ എനിക്കിങ്ങോട്ട് വയ്യാണ്ടാവും. പിന്നെ ഹീൽസ് ഇടണം ഹോട്ടലിൽ,
അവസാനം കാലം എനിക്ക് അല്ലെങ്കിലേ മുട്ടിന് പണ്ട് തൊട്ടേ എനിക്ക് കാലിന് ഇത്തിരി എന്താ പറയുക വേദന ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഈ ഹീൽസൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ കുറച്ചധികം വേദനയാവും, പിന്നെ ഫുള്ള് കടച്ചിലും ബഹളമായാവും. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ നിർത്തുകയാണ് ചെയ്തത് കേട്ടോ. അയ്യോ, പിന്നെ ചോദിച്ചിരിക്കുന്നത് കുക്കിംഗ് 5 minutes. ഓക്കെ, ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹായ് ചേച്ചി, ന്യൂ സബ്സ്ക്രൈബറാണ്, നല്ല ചാനലാണ് അതേമാസ് വേൾഡ്, താങ്ക് യു. എൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, എല്ലാം ചോദിക്കാൻ പറ്റില്ലല്ലോ, ചോദിച്ചോളൂ. അതിനിപ്പോൾ എന്താ, അങ്ങനെ ചോദിക്കാൻ പറ്റായൊന്നുമില്ല കേട്ടോ, എത്ര വേണമെങ്കിലും ചോദിക്കാം. 1, സബ്സ്ക്രൈബർ കൂടാൻ എന്താണ് ചെയ്യാം? അത് എൻ്റെ ഒരു ഇതെന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെയിലി വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിൽ ഒന്നരാടൻ വീഡിയോ ഇടുക, ഏതെങ്കിലും ഒന്ന് ക്ലിക്കാവും. ഇത് പറയാനുള്ള ഒരു ഇത് എനിക്കുണ്ടോയെന്ന് എനിക്കറിയില്ല, കാരണം എനിക്ക് അത്രയ്ക്ക് വലിയ സബ്സ്ക്രൈബറൊന്നും ഇല്ലല്ലോ. ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബറൊക്കെ ഉള്ള ആൾക്കാരോട് ചോദിക്കുകയായിരിക്കും കൂടുതൽ നല്ലത്. എൻ്റെ ഒരു അഭിപ്രായം അതാണ് കേട്ടോ. 2ാമത്തെ ക്വസ്റ്റ്യൻ, ചേച്ചിയുടെ ബിഗ് സപ്പോർട്ടർ ആരാന്നാണ്? എൻ്റെ ഫാമിലി, അല്ലാണ്ട് ആരുമല്ല. നകുലിൻ്റെ അച്ഛനമ്മ, അനിയത്തി, കുട്ടി, അവരെല്ലാവരും എൻ്റെ ഫാമിലിയിൽ ചേച്ചി, ഹസ്ബൻഡ്, അച്ഛൻ, അമ്മ, പിന്നെ എൻ്റെ ഹസ്ബൻഡ്, മോൻ, ഇവരൊക്കെ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും എൻ്റെ സപ്പോർട്ടർ. ഇപ്പം നകുലിൻ്റെ വീട്ടിലുള്ള ഫാമിലി മൊത്തമായിക്കോട്ടെ, എൻ്റെ ഫാമിലി മൊത്തമായിക്കോട്ടെ, ഞാൻ എന്താ പറയുക, എൻ്റെ ഫാമിലിയിൽ ആരൊക്കെയാണ്, ഒരുവിധം പേരൊക്കെ ചേച്ചി, അമ്മ, അച്ഛൻ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇവിടെയാണെങ്കിലും എല്ലാവരും, നകുലിൻ്റെ അവിടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഈ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത 36,000 എത്ര പേരാ, 37,000 എത്ര പേരാന്ന് എനിക്കറിയില്ല, അത്ര പേരും എൻ്റെ സപ്പോർട്ടറായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഓക്കെ, ദൈവം ചേച്ചിക്ക് ഒരു വരം തരുകയാണ്, ലൈഫിൽ ഇഷ്ടമുള്ള ഒന്ന് റിമൂവ് ചെയ്യാൻ ഉള്ള ഓപ്ഷൻ. ഓക്കെ, എങ്ങനെ ചേച്ചിക്ക് ദൈവം ഒരു വരം തരികയാണ്, ലൈഫിൽ എന്തെങ്കിലും ഒന്ന് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ ചേച്ചി എന്താണ് ലൈഫിൽ നിന്ന് റിമൂവ് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്നെ ഇഷ്ടമില്ല എന്ന് എനിക്ക് തോന്നുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, മീൻസ് അവർക്ക് എന്നെ ഇഷ്ടം ഉണ്ടാവില്ല, അത് എനിക്ക് ഫീൽ ചെയ്യണ ആ ഒരു നിമിഷം ഉണ്ടല്ലോ, ആ നിമിഷം അവരെ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് അങ്ങോട്ട് റിമൂവ് ചെയ്യും. അതിപ്പോൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മളിപ്പോൾ പരിചയപ്പെട്ട ആൾക്കാരായിക്കോട്ടെ, നമ്മുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, അതൊന്നും ഞാൻ ആരാ എന്താണെന്നൊന്നും നോക്കില്ല, ഞാൻ അങ്ങോട്ട് റിമൂവ് ചെയ്യും, മാത്രമേ ഉള്ളൂ. അതാണ്. ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ചേച്ചി വായിക്കുമെന്ന് അറിയില്ല, അതുകൊണ്ട് ഇപ്പോൾ ഇത് മതി. എൻ്റെ കമൻറ്റ് വായിക്കണേ പ്ലീസ് പ്ലീസ് പ്ലീസ്. വായിച്ചല്ലോ, സന്തോഷമായാലും ചോദ്യങ്ങളൊക്കെ ചോദിച്ചോളൂ കേട്ടോ, അങ്ങനെ ചോദിക്കാതിരിക്കുന്നു വേണ്ട, എല്ലാം ചോദിച്ചോളൂ, ഞാൻ വായിക്കുന്നതായിരിക്കും. ഓക്കെ, അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് സത്യ. എത്ര മിനിറ്റായി? 22. ഓക്കെ, ഇത്രയൊക്കെ ആയോ, 2 പാർട്ടായിട്ടുണ്ട് വരുമല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സത്യയാണ് കേട്ടോ. യൂട്യൂബിൽ നിന്ന് കിട്ടിയ ക്യാഷ് കൊണ്ട് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ട്? ഉണ്ടെങ്കിൽ ആരെ സഹായിക്കാനാണ്? ഇല്ലെങ്കിൽ എവിടെയാണ്? ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആരെ സഹായിക്കാനാണ് താല്പര്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ യൂട്യൂബിൽ നിന്ന് കിട്ടിയ കാശ് കൊണ്ട് ഞാൻ ഇതുവരെയും സത്യം പറയുകയാണെങ്കിൽ ആരെയും സഹായിച്ചിട്ടില്ല. എന്താ പറയുക, ഇപ്പോൾ സഹായിക്കണം താല്പര്യമൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയണത്. എനിക്ക് ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാഥാലയത്തിൽ കുറച്ച് എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. എൻ്റെ ചെറിയൊരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പിറന്നാൾക്ക്, അപ്പൂട്ടൻ്റെ പിറന്നാൾ ഒരു ദിവസമാണ്, എൻ്റെ മകൻ്റെയും പിറന്നാൾ വരുന്നത് ഒരു ദിവസം ഇടവത്തിലത്താണ്. അപ്പോൾ ആ ദിവസം അന്നദാനം പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ പോയിട്ട് അവർക്കൊരു സദ്യ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ചെറിയ ഒരു ആഗ്രഹം. അതിനി അടുത്തൊരു പിറന്നാൾക്ക് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അടുത്ത ഇടവത്തിലത്തം, അതായത് മെയ്യിലോ ജൂണിലോ ഒക്കെയാണ് വരിക. അപ്പോൾ അതിന് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സൗമ്യ MV ആണ്. ചേച്ചിയുടെ ചാനൽ സൂപ്പറാണ്, ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ വീഡിയോ കാണാനാണ് ഇഷ്ടം, കട്ട അപ്പുട്ടൻ ഫാൻസ്. അത് ശരി. നമ്പൂതിരി ആചാരങ്ങൾ, കുക്കിംഗ് വീഡിയോ താല്പര്യമില്ല. അടിപൊളി. അപ്പം ഞാൻ എപ്പോഴും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പം ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ എന്താ പറയുക, ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുക്കാം. നമ്മുടെ കുക്കിംഗ് വീഡിയോ. ഞാൻ നമ്പൂതിരി ആചാരങ്ങൾ ഇപ്പോൾ ഇടാറേ ഇല്ല കേട്ടോ. എന്താ പറയുക, ഇടാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
മറ്റേ പറഞ്ഞു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ കേട്ടോ. എന്താ പറയുക, ഇടയ്ക്ക് കുക്കിംഗ് വീഡിയോയും കൂടി ഒന്ന് പരിഗണിക്കണം കേട്ടോ. എപ്പോഴും എന്താ പറയുക, നമ്മളുടെ ഇൻ മൈ ലൈഫ് കാണിച്ച എന്താ രസമുള്ളത്. അപ്പോൾ ഓക്കെ, ആ കുട്ടി ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞിട്ടേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഭാഗ്യലക്ഷ്മിയാണ് കേട്ടോ. എന്താണെന്നറിയോ, പണ്ട് കാലത്തെ ഇല്ലങ്ങളെല്ലാം രേഷ്മ വിചാരിച്ച ഷൂട്ട് ചെയ്യാൻ പറ്റും, എന്നിട്ടും എന്തുകൊണ്ട് അതൊന്നും ചെയ്യുന്നില്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭാഗ്യലക്ഷ്മി ചേച്ചിയാണോ അനിയത്തിയാണോ എന്നറിയില്ല. എന്തായാലും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല എന്ന് പറയരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ അനിയത്തിനെ കൊടുത്തിരിക്കുന്ന പൊൽപ്പായ, അതായത് കുടമാളൂർ, കോട്ടയം ജില്ലയിലെ കുടമാളൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെ എന്താ പറയുക പൊൽപ്പായ മന ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. രണ്ടാമത് എൻ്റെ അച്ഛൻ്റെ ഇച്ചമ്മേനെ കൊടുത്തിരിക്കുന്ന വടക്കില്ലം ഞാൻ ഷൂട്ട് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഏതാണ്, അച്ഛൻ്റെ അമ്മാത്ത്, അതായത് അച്ഛൻ്റെ അമ്മയുടെ ഇല്ലം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒഴുകിൽ മന കണ്ട 3 ഞാൻ ചെയ്തു. അത് കൂടാണ്ട് നമ്മുടെ ഒറ്റപ്പാലത്തുള്ള വരിക്കാശ്ശേരി മന ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വെള്ളിനേഴിയുള്ള നമ്മളുടെ ഒളപ്പമണ്ണ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഏതാ ഷൂട്ട് ചെയ്തിരിക്കുന്നത്? ഇത്രയൊക്കെ തന്നെയുള്ളൂ. കണ്ടോ, ഞാൻ 5 ഇല്ലങ്ങൾ ഷൂട്ട് ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാഗ്യലക്ഷ്മി പറഞ്ഞത് സത്യമാണ്. ഞാൻ വിചാരിച്ച ഒരുപാടില്ലെങ്കിൽ എനിക്ക് ഇനിയും ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ഇവിടെ ആയതുകൊണ്ടാണ്. ഞാൻ നാട്ടിലാണെങ്കിൽ എനിക്ക് എന്താ പറയുക, ഏതെങ്കിലും ശനി ഞായറൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്യായിരുന്നു. എൻ്റെ ലിസ്റ്റിൽ ഞാനൊരു നോട്ട് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരുപാട് ഇല്ലങ്ങളുണ്ട്, ഞാൻ അറിയുന്ന ഒരുപാട് ഇല്ലങ്ങൾ അതിൽ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ ചെയ്യും, എന്തായാലും ഞാൻ ചെയ്യും. അതൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷെ സമയമില്ല, അതുകൊണ്ടാണ് എനിക്ക് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് പോകാൻ പറ്റില്ല. അച്ഛനിപ്പോൾ അധികം ദൂരമൊന്നും ട്രാവൽ മീൻസ് എന്താ പറയുക വണ്ടി ഓടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എൻ്റെ അച്ഛനാണ് കൊണ്ടുപോകാറ്. എന്താ മീൻസ് ഇപ്പോൾ ഇവിടേക്കായാലും എന്താ പറയുക ഇല്ലത്തെ എൻ്റെ ചളവറ അടുത്തുള്ള സ്ഥലങ്ങൾ, ഒറ്റപ്പാലം, ചെർപ്പളശ്ശേരി, അവിടുത്തെ ഇല്ലങ്ങളൊക്കെ എന്താ ഷൂട്ട് ചെയ്യാൻ അച്ഛനാണ് എൻ്റെ കൂടെ വരാറുള്ളത്. അല്ലാത്തപ്പോൾ വടക്കില്ലായിക്കോട്ടെ മറ്റതിലൊക്കെ നകുലൊക്കെ വേണമല്ലോ, ഒത്തിരി ദൂരം പോയിട്ടല്ലേ ഷൂട്ട് ചെയ്യാറ്. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആരെങ്കിലും സഹായം ഇല്ലാണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടുന്ന് എനിക്ക് ആദ്യം നാട്ടിലെത്തണം, അങ്ങനെ കുറേ പരിപാടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഷൂട്ട് ചെയ്യാം, രേഷ്മ വിചാരിച്ചിരിക്കും. ഓക്കെ, അടുത്ത ആളാരാന്നറിയാം? 07, അതാണ് പേര് കേട്ടോ, 07. ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ യൂട്യൂബേ ഇല്ലായിരുന്നെങ്കിൽ ചേച്ചി എന്താകുമായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാനൊന്നും ആവില്ല, ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരിക്കും, പ്രത്യേകിച്ച് ഒന്നും ചെയ്യുകയൊന്നുമില്ല. ഞാൻ അങ്ങനെ തന്നെയൊക്കെ ഉണ്ടാവും. യൂട്യൂബ് ഉള്ളപ്പോൾ ഞാനിങ്ങനെ, യൂട്യൂബ് ഇല്ലാത്തപ്പോഴും ഞാനിങ്ങനെയൊക്കെ തന്നെ അങ്ങനെ അങ്ങോട്ട് പോവും, അത്രയേ ഉള്ളൂ കേട്ടോ. ഹരി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവറാണ് ഞാൻ. ഓ അത് ശരി, ഇപ്പോൾ യൂട്യൂബ് സബ്സ്ക്രൈബറാണ്. താങ്ക് യു കേട്ടോ. ഹസ്ബൻഡിൻ്റെ പാട്ട് അടിപൊളിയാണ്. ഓക്കെ, താങ്ക് യു. ഹസ്ബൻഡിൻ്റെ പാട്ട് കേൾക്കാൻ താല്പര്യമുള്ളവർ, ഇൻസ്റ്റഗ്രാം ഉള്ളവർ, അതും കൂടി ഞാൻ പറയാം കേട്ടോ. ഇൻസ്റ്റഗ്രാം ഉള്ളവർ നകുൽ എന്നുള്ള ഒരു പേജ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, വെറും പാട്ട് മാത്രം പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ അതിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഹസ്ബൻഡ് ആദ്യമായി പാടിത്തന്ന പാട്ട് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് ഹസ്ബൻഡ് ആദ്യമായിട്ട് പാടിത്തന്ന പാട്ട് ഏതായിരുന്നു? ഇതായിരുന്നു. ഉറങ്ങാത്ത മോഹം തേടും ഉഷസിന്റെ കണ്ണീർ തീരും കരയുന്ന പൈതൽ പോലെ കരളിന്റെ തീരാതാ കനൽ പക്ഷി പാടും പാട്ടിൽ കടം തീരുമോ തേരിറങ്ങും മഴ തൂവലൊന്നു തരും. ഇനി അടുത്തത് ആരാണ്? വിശ്വനാഥ് എന്താണ് ചോദിച്ചിരിക്കുന്നത്? താങ്കൾ ഒരു നമ്പൂതിരി സമുദായത്തിൽ വളർന്നു വന്നത് കൊണ്ട് താങ്കൾ അതിൽ പ്രൗഡാണോ എന്ന്. പിന്നെ ആരാ അതിൽ പ്രൗഡല്ലാതിരിക്കുക? എനിക്ക് തോന്നണില്ല. അങ്ങനെ പ്രൗഡ് ആവാതിരിക്കാൻ എന്താ അപ്പം അതിലുള്ള, എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ നല്ല അഭിമാനം ഉള്ള ഒരു എന്താ പറയുക, ഈ ഒരു നമ്പൂതിരി സമുദായത്തിൽ ജനിച്ചതുകൊണ്ട് നല്ല അഭിമാനത്തോട് കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ ജീവിക്കുന്നത്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും. എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു എന്താ പറയുക ഇത് വന്ന് കൊണ്ടിട്ടതെന്ന് എനിക്കറിയില്ല. എന്തായാലും ആണ്, നല്ല പ്രൗഡ് തന്നെയാണ് കേട്ടോ. അടുത്തത് ജയറാം, യൂട്യൂബ് തുടങ്ങിയിട്ട് കളിയാക്കൽ നേരിട്ടിട്ടുണ്ടോ എന്ന്.
ഇല്ല, അങ്ങനെ മുഖത്ത് നോക്കി ആരും ഇതുവരെ കളിയാക്കിയിട്ടില്ല. പില്ലിന് കുശു കുശു പറയുന്നുണ്ടായിരിക്കും, ആരാ അങ്ങനെ അതൊക്കെ ചെവി കൊള്ളാൻ പോണത്, അതൊന്നുമില്ല. പറയുകയാണെങ്കിൽ പറയട്ടെ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എന്താ അവരെ തിരുത്തേണ്ട അവകാശമൊന്നും നമുക്കറിയില്ലല്ലോ. അവർ പറഞ്ഞോട്ടെ, അതിനിപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവർ പറയണു, അത്രയേ ഉള്ളൂ. അതിൽ ഞാൻ വലിയ വില കൊടുക്കാറില്ല, കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. മായയാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ഗ്രാൻഡ് പാരൻസ് ആയിട്ടുള്ള ഓർമ്മകളാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രാൻഡ് പാരൻസ് ആയിട്ടുള്ള ഓർമ്മകൾ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ അച്ഛനെയും അമ്മയുടെ അച്ഛനെയും എനിക്ക് ഒട്ടും ഓർമ്മയില്ല, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഉള്ളത് രണ്ടുപേരുടെ അമ്മമാരാണ്, അച്ഛൻ്റെ അമ്മയും അമ്മയുടെ അമ്മയാണ് പിന്നെ ഉള്ളത്. അച്ഛൻ്റെ അമ്മ, അതായത് മുത്തശ്ശിയുടെ കൂടെ എനിക്ക് തോന്നുന്നു എൻ്റെ 5 വയസ്സ് വരെയാണ് ഞാൻ കൂടെ താമസിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും ഭാഗം വെപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും ഓരോ സ്ഥലത്തേക്ക് പോയപ്പോൾ മുത്തശ്ശിമ അപ്പൻ്റെ കൂടെ പോയി. അപ്പം ഞങ്ങളുടെ കൂടെ എല്ലാവരും താമസിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൻ്റെ കൂടെയാണ്. അപ്പോൾ പിന്നെ ഈ വെക്കേഷൻ സമയത്ത് അങ്ങനെയല്ലേ കാണുള്ളൂ, 2 ദിവസം 3 ദിവസം കൂടെ പോയി നിൽക്കും. അതല്ലാണ്ട് മുത്തശ്ശിയുടെ ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓർക്കാം. എൻ്റെ അമ്മയ്ക്കും അച്ഛനൊക്കെ ഒരു പക്ഷേ ഇത് പറയാൻ പറ്റുമായിരിക്കും, കാരണം അവർക്കായിരിക്കും ഓർമ്മ. ഈ 4 വയസ്സുള്ള കുട്ടിക്ക് ഇപ്പം എന്താ എനിക്കിപ്പോൾ ഒന്നും ഓർമ്മയില്ല, അതുവരെ എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ എന്താ പറയുക, മുത്തശ്ശിയുടെ ശീലങ്ങളാണ് എനിക്ക്, മീൻസ് ഭക്ഷണ കാര്യങ്ങൾക്ക് അമ്മ എപ്പോഴും പറയും, എന്താ മുത്തശ്ശിയാണ് എനിക്ക് കുട്ടിക്കാലത്ത്. അമ്മ സ്കൂളിൽ വർക്ക് ചെയ്യാണല്ലോ, അമ്മ ടീച്ചറാണ് ആയിരുന്നു, ഇപ്പോൾ റിട്ടയറായി. അപ്പോൾ ഫുഡൊക്കെ മുത്തശ്ശിമ തന്ന ശീലമായിട്ട് ഞാൻ ഇപ്പോഴും ആ ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത്. എനിക്കിപ്പോഴും എരി ഇത് എനിക്ക് ഒട്ടും പറ്റില്ല. ഇപ്പം ചട്നിയിൽ ായാലും എന്തായാലും എരി ഒട്ടും പറ്റില്ല. അപ്പോൾ എന്താ പറയുക, ചട്നിയൊക്കെ അരയ്ക്കുമ്പോൾ ഞാൻ എരി ഇല്ലാണ്ടൊക്കെ അമ്മ എനിക്ക് മാറ്റി വയ്ക്കും. അതൊക്കെ മുത്തശ്ശിമ അങ്ങനെയായിരുന്നു, മുത്തശ്ശിമയ്ക്കും എരിയൊന്നും പറ്റുമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മുത്തശ്ശിമ ചോറിൽ പാലൊക്കെ ഒഴിച്ച് കഴിക്കുന്ന ആളാണ്, ആ ഒരു സ്റ്റൈൽ തന്നെയാണ് ഞാനും. അപ്പോൾ അങ്ങനെ എനിക്ക് മുത്തശ്ശിമയെ പറ്റിയിട്ടുള്ള ഓർമ്മകളൊന്നും വലിയ കാര്യമായിട്ടില്ല. പിന്നെ അമ്മമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാത്താണല്ലോ, അമ്മയുടെ വീട്ടിലല്ലേ അമ്മമ്മ ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ വെക്കേഷനും ഒക്കെയാണല്ലോ നമ്മൾ അമ്മാത്തേക്കൊക്കെ പോവാം, നമ്മുടെ വീട്ടിലേക്കൊക്കെ പോവുക. അപ്പോൾ അമ്മമ്മയുടെ ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്നും ഇല്ല. പിന്നെ എനിക്കിപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് നകുലിൻ്റെ അമ്മയും വർക്ക് ചെയ്യായിരുന്നു, എൻ്റെ അമ്മയും വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഛർദിയും ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്നെ 1 മാസം എന്താ പറയുക നോക്കിയത് അമ്മമ്മയാണ്. ആ ഒരു ഇത് വേണമെങ്കിൽ ഉണ്ട് എന്നല്ലാണ്ട് പിന്നെ എനിക്ക് കുട്ടിക്കാലത്തെ ഓർമ്മകളൊന്നും എനിക്കില്ല. എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരലും എന്നെ കെയർ ചെയ്യലൊക്കെ അമ്മ തന്നെയായിരുന്നു 1 മാസത്തോളം, ഞങ്ങൾ ബാംഗ്ലൂരിലുള്ള സമയത്ത്. അപ്പോൾ എന്താ പറയുക, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അമ്മമ്മ സ്കാനിങ് ആദ്യമായിട്ടാണ്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഫീറ്റൽ മെഡിസിൻ സ്കാനിങ്ങിന് പോയപ്പോൾ കുട്ടീനെ കാണുമല്ലോ, കാലിട്ടടിക്കണതും കൈയിട്ടടിക്കണതൊക്കെ കാണുമ്പോൾ അമ്മമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞുപോയി. അമ്മമ്മ ആദ്യമായിട്ടാണ് അത്ര ഇങ്ങനെ സ്കാനിങ്ങിലൂടെ വയറിൻ്റെ ഉള്ളിലുള്ള കുട്ടീനെ കാണുന്നത്. കുട്ടീനെ എന്നല്ല, കുട്ടിയെ കാണുന്നത് ആദ്യമായിട്ടാണ് എന്നൊക്കെ പറഞ്ഞ അപ്പം നമ്മുടെ കണ്ണൊക്കെ നിറഞ്ഞു. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അല്ലാണ്ട് കുട്ടിക്കാലത്തുള്ള ഓർമ്മകളൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്നലെ നടന്ന കാര്യം തന്നെ നേരെ ഓർമ്മയില്ല. അങ്ങനത്തെ ആളാണ് ഞാൻ. ഓക്കെ, ഐശ്വര്യ അച്ചു ആണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 3653 ഈ കുഞ്ഞാത്തോൽ എന്ന് വിളിക്കുക ആരെന്നാണ്, ചേച്ചി എന്നാണോ അർത്ഥം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല, കുഞ്ഞാത്തോൽ എന്ന് പറഞ്ഞാൽ ചേച്ചി എന്നൊന്നും അല്ല കേട്ടോ അർത്ഥം. അതായത് നമ്പൂതിരിമാരല്ലാത്ത ആൾക്കാർ നമ്പൂതിരി പെൺകിടങ്ങളെ അല്ലെങ്കിൽ സ്ത്രീകളെ വിളിക്കുന്ന പേരാണ് കുഞ്ഞാത്തോലെന്ന്. അതൊരു റെസ്പെക്ട്, എന്താ പറയുക, ആ ഒരു ഇതിൽ വിളിക്കുന്നതാണ്. ചേച്ചിന്നോ അങ്ങനെയൊന്നുമല്ല അർത്ഥം, അനിയത്തിന്നോ ചേച്ചിന്നൊന്നുമല്ല അർത്ഥം കേട്ടോ. അടുത്ത് ചോദിച്ചിരിക്കുന്നത് മിന്നു ആണ്. ചേച്ചിയുടെ വർത്തമാനം കേൾക്കാൻ ഇഷ്ടമാണ് ഒരുപാട്. താങ്ക് യു സോ മച്ച്. പുളിഞ്ഞാന്ന് പറയുന്നത് കേട്ട് ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. അതെൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പുളിങ്ങയുടെ ഒരു സംഭവം. പിന്നെയാണ് മനസ്സിലായത് പുളി എന്നാണ്. ഇതുപോലെ വേറെ ആരേലും ഇതുപോലെ പറഞ്ഞ് ചേച്ചിക്ക് മനസ്സിലാവാതെ ഇരുന്നിട്ടുണ്ടോയെന്ന്. ഇതുപോലെ ആരെങ്കിലും പറഞ്ഞ ചേച്ചിക്ക് അങ്ങനെ ഉണ്ട്. അയ്യോ അത് കുറേ ഉണ്ട്. എന്താ ഞാൻ പറഞ്ഞുതരാം. മറ്റേ എൻ്റെ വേളി കഴിഞ്ഞ ഉടനെയാണ് എൻ്റെ ചേച്ചീനെ വേളി കഴിച്ചു കൊടുത്തിരിക്കുന്നത്, കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് കണ്ണൂർക്കാണ്. കണ്ണൂർ പാച്ചമംഗലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇല്ലത്തേക്കാണ് ചേച്ചീനെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ അവർ എന്താ പറയുക തെയ്യം നടത്തി. അപ്പം നമ്മൾ ഈ ചളവറ കിടന്നതായ ആൾക്കാരായതുകൊണ്ട് പൂതനും തറയും പൂരവും അതും ഇതും അതൊക്കെ കണ്ടിട്ടുള്ളൂ. ഈ തെയ്യവും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ ഇതുവരെ ലൈഫിൽ കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് അത് കാണാൻ പോണത്. അപ്പം ഞാൻ എൻ്റെ വേളി കഴിഞ്ഞ സമയത്തായിരുന്നു, ആ ഒരു കൊല്ലം തന്നെയായിരുന്നു. അപ്പം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ രണ്ടാളും കണ്ണൂർക്ക് പോയി. കണ്ണൂർ പോയപ്പോൾ തെയ്യമൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞു
പുലർച്ചെ ആണല്ലോ ഇതൊക്കെ കഴിയുക. അത് കഴിഞ്ഞു, എന്താ പറയുക, കുറച്ച് നേരം കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായി. അപ്പോൾ ഇഡ്ഡലി ആയിരുന്നു. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇഡ്ഡലി കഴിച്ചപ്പോൾ അവിടെ ഇലയിലല്ലേ നമ്മൾ ഇഡ്ഡലി കഴിച്ചപ്പോൾ ഇല എടുക്കാൻ വേറെ സെർവൻറ്റോ കാര്യങ്ങളോ ഇല്ലേ, നമ്മൾ തന്നെ എടുക്കണം. അപ്പോൾ എല്ലാവരും ഇല എടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പം ഞാൻ എന്താ പറയുക, കഴിച്ച് കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റപ്പോൾ അവിടെയുള്ള ആരാ എന്നറിയില്ല, ഗോകുലേട്ടൻ്റെ ആരോ ആണ്, ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ആരോ ആണ്. ആരാന്ന് എനിക്ക് അറിയില്ല, മീൻസ് ഓർമ്മയില്ല ആരാ പറഞ്ഞത്. എൻ്റെ അടുത്ത് പറയാണ് ഇല എടുത്ത് ചാടിക്കുമോയെന്ന്. ഞാൻ പറഞ്ഞു, ഈശ്വര, ഈ കഴിച്ച ഇല എടുത്തിട്ട് എന്തിനാ ഞാൻ ഈ ചാടണം, എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എല്ലാവരും ഇല എടുക്കണോ കൊണ്ട് കളയുന്നുണ്ട്, ആരും ഇല എടുത്ത് ഇങ്ങനെ ചാടണമൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ എല്ലാവരെയും നോക്കി, ആരും ഇല എടുത്ത് ചാടണമൊന്നുമില്ല. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായോ, ഇത് മനസ്സിലായിട്ടില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അവർ പറഞ്ഞു ഇല എടുത്തിട്ട് അവിടെ കൊണ്ട് കളഞ്ഞോളാനാണ് ഉദ്ദേശം. അപ്പം ഞാൻ ഇവരുടെ ഈ ഒരു ഭാഷ എനിക്ക് ഒട്ടും മനസ്സിലായില്ല, ഇല എടുത്ത് ചാടിക്കോളാൻ പറഞ്ഞത്. അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അതുമാതിരി പിന്നെയുണ്ട് ഗോകുലേട്ടൻ്റെ അനിയത്തി, അതായത് ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അനിയത്തി ഒരു ഓണം സമയത്ത് ഞങ്ങളുടെ അവിടെ എൻ്റെ ഇല്ലത്ത് വന്ന് താമസിച്ചു, കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് വന്ന അന്ന് നമ്മൾ വൈകുന്നേരം മേലൊക്കെ കഴുകി കഴിഞ്ഞ് നമ്മൾ വാഷ് ചെയ്ത തുണികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ തിരുമ്പിയ തുണികൾ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് ചോദിച്ചു എവിടെ ആറിടുക ചോദിച്ചു കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു ആറിടുക, ഏത് ആറിടുന്നത് എനിക്കൊട്ടും മനസ്സിലായില്ല. നമ്മൾ തോരയിടുക, അതായത് തിരുമ്പിയ തുണി തോരയിടുക, അങ്ങനെയാണ് ഞാൻ പറയാം. ഞങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെയാണ് പറയുക. ഈ ആറിടുക എന്നുള്ള സംഭവം ഞാൻ കേട്ടിട്ടില്ല. അപ്പം എൻ്റെ അടുത്ത് ഗായത്രി ചോദിച്ചു എവിടെ ഈ ആറിടുക ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഈ ആറിടുക എന്തത് പറയണ എന്നുള്ള വീട്ടിൽ ഞങ്ങൾ നിന്ന്. അപ്പോൾ പറയാം ഈ തുണികളൊക്കെ എവിടെയാണ് ഇടണ്ടേ ചോദിച്ചു. അപ്പോൾ തോരയിടുക, അതാണ് നമ്മളുടെ ഭാഷ. അപ്പോൾ ഞാൻ അവിടെ തോരയിട്ടോളാൻ പറഞ്ഞു. അതുമാതിരി ഇവിടെ അപ്പാർട്ട്മെൻറ്റിൽ ഒരു ചേച്ചിയുണ്ട്, അരുണേച്ചിയുണ്ട്. അപ്പോൾ അരുണേച്ചി കൊല്ലം, അടൂർ ആ സൈഡാണ് കേട്ടോ. അവർ അയ്യോ എൻ്റെ തൊപ്പി എന്താ പറയുക, വെക്കട്ടെ ഒരു മിനിറ്റ്, തൊപ്പി വെച്ചു. അപ്പോൾ അരുണേച്ചി ഇതുമാതിരി പറയുന്നത് എന്താണെന്ന് കഴിഞ്ഞാൽ എന്തോ സാധനം എടുത്ത് അയ്യത്ത് കളഞ്ഞു എന്ന്. ഇത് ശരിയായില്ലല്ലോ വെച്ചത്. എന്തോ സാധനം എടുത്ത് അയ്യത്ത് കളഞ്ഞു എന്ന്. ഞാൻ പറഞ്ഞു ഈ അയ്യത്ത് കളയേ, അതെന്താ സാധനം, അത് മീൻസ് പുറത്തേക്ക് കളഞ്ഞു എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞാൽ പിന്നെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വാടെടുക്കണു, മീൻസ് ബാഡ് സ്മെല്ലിനെ വാടെടുക്കണു. അതെനിക്കറിയില്ലായിരുന്നു, അത് പുതിയൊരു അറിവാണ്. പിന്നെ ഈ കുഴിയുള്ള പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ, ഇപ്പം നമ്മൾ ഇഡ്ഡലി തട്ടിൽ പഴനുറുക്കൊക്കെ വേവിക്കാൻ വെക്കില്ലേ, ഇങ്ങനെ കുഴിയുള്ള പാത്രം, അതിന് എന്താ കിഴുത്തപ്പാത്രം. അതുമാതിരി നമ്മുടെ മടാളുണ്ടല്ലോ, വെട്ടുകത്തി എന്നൊക്കെ പറയില്ലേ, മടാൾ എന്നാണ് ഞങ്ങൾ പറയുക. അതിന് വേറെ എന്തൊരു സാധനം പറയും, അതെനിക്ക് മനസ്സിലായില്ല. അങ്ങനെ പിന്നെന്താ മണ്ടേമേ, ടെറസിൻ്റെ മുകളിൽ മണ്ടേലെന്നോ അങ്ങനെ എന്തോ അവിടെ പറയാം. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, ഇഷ്ടം പോലെ ഉദാഹരണങ്ങളുണ്ട്. എനിക്കിപ്പോൾ അത്രയോളം ഓർമ്മ വരുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് എന്താ പറയുക ഇതുണ്ട് കേട്ടോ. ഇപ്പോൾ കറക്റ്റ് ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ Q&A. ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ, 40 മിനിറ്റായി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നു ഈ ഒരു വീഡിയോ. നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഞാൻ ആൻസറും എല്ലാത്തിനും പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഒന്നും വിട്ടിട്ടില്ല എന്ന് തോന്നുന്നു. എല്ലാവർക്കും എൻ്റെ Q&A ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ. എങ്കിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ബെൽ ബട്ടൺ അമർത്തതിൻ്റെ കൂടെ ഓൾ എന്നുള്ളതും കൂടി അമർത്തി കഴിഞ്ഞാൽ എപ്പോഴും നോട്ടിഫിക്കേഷൻ കിട്ടും. ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. അതുമാതിരി തന്നെ എൻ്റെ ചാനലിന് വ്യൂവും കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും നോട്ടിഫിക്കേഷൻ പോകുന്നില്ല. അതെന്താ പോവാത്തതെന്ന് എനിക്കും അറിയില്ല. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെയുള്ളൂ. അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം. അതുവരെയ്ക്കും ടാറ്റ, ബൈ.